ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട്. ഇന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച ലോകമെമ്പാടുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ലോകമെമ്പാടുമായുള്ള വിജയ് ആരാധകരെ മാത്രമല്ല മൊത്തത്തിൽ എല്ലാ സിനിമാ ആസ്വാദകരെയും നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. വിജയ് ഇരട്ടവേഷത്തിലെത്തുന്ന വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ, ജയറാം, മീനാക്ഷി ചൗധരി, യോഗി ബാബു, പ്രേംജി അമരൻ, യുഗേന്ദ്രൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നിലവിൽ ആവറേജ് അഭിപ്രായം മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ. അതേസമയം ചിത്രത്തിന്റെ പ്രീമിയർ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം നേരത്തെ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരുന്നുവെങ്കിലും ലിയോ പോലെ മുൻ വിജയ് ചിത്രങ്ങളെ പോലെ വളരെയേറെ പ്രതീക്ഷകളായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആവറേജ് അഭിപ്രായം നൽകിയ ഈ സിനിമയ്ക്ക് വിവിധ യൂട്യൂബേഴ്സ് റിവ്യൂകളിലും ആവറേജ് അഭിപ്രായം തന്നെയാണ് നേടിയിട്ടുള്ളത്. മോശം എന്ന് ആരും പറയുന്നുമില്ല. എന്നാൽ ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയിട്ടുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. കേരളത്തിൽ നെഗറ്റീവ് അല്ലെങ്കിൽ കൊള്ളില്ല, അതുമല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരുന്ന SRKയുടെ ജവാൻ എന്ന സിനിമ തന്നെ ആഗോളതലത്തിൽ 1200 കോടിയോളം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആവറേജ് അഭിപ്രായം കേരളത്തിൽ നേടിയെടുക്കാനായത് ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്റർ ബുക്കിങ്ങിനെ കാര്യമായി ബാധിക്കും, അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇനി ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനിലൂടെ 3,78,00,000 രൂപയായിരുന്നു സ്വന്തമാക്കിയത്. ലിയോ എന്ന മുൻ വിജയ് ചിത്രം കേരളത്തിൽ 8 കോടി നേടിയ സ്ഥലത്താണ് ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി 3,78,00,000 നേടിയത് എന്ന് കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലിയോ ഓപ്പണിംഗ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് 12 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് തിയേറ്ററിലെത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ഈ വിജയ് ചിത്രം നേടിയത് 6,20,00,000 രൂപയോളമാണ്. അതായത് ലിയോ നേടിയെടുത്തതിന്റെ പകുതി കളക്ഷൻ മാത്രമേ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് നേടാനായിട്ടുള്ളൂ. എന്നാൽ ചിത്രത്തിന് ആദ്യ ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ലിയോ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തത് 18,80,00,000 രൂപയായിരുന്നുവെങ്കിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രം നേടിയെടുത്തത് 18,12,00,000 രൂപയായിരുന്നു. ഏകദേശം 70,00,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് സിനിമകളും തമ്മിലുള്ളൂ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 31 കോടി രൂപയുമാണ്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ചിത്രം പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തത് 64 കോടി രൂപയായിരുന്നു. ഇന്ന് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 100-110 കോടി റേഞ്ചിലുമാണ്. അതായത് വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് വിജയിന്റെ സിനിമാ ജീവിതത്തിലെ അവസാന സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയും ഓപ്പണിംഗ് കളക്ഷനായി 100 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ ഈ വിജയ് ചിത്രത്തിന്റെ കേരള, തമിഴ്നാട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഈ സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.